ഞങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് 1,00,000 സബ്സ്ക്രൈബർ ആയതിന്റെ പേരിൽ പ്ലേ ബട്ടൺ കിട്ടാൻ പോവല്ല, കിട്ടി. ഞങ്ങൾ പോയി വാങ്ങിക്കാൻ പോവാ. കൊറിയർ വന്നിട്ടുണ്ട്. 12 വിളിച്ചു, കൊറിയർ ഓഫീസിൽ നിന്ന് വിളിച്ചു, ചെല്ലാൻ പറഞ്ഞു. പക്ഷെ 2 ലക്ഷം ആയപ്പോഴാണ് കിട്ടുന്നത്. നമ്മൾ അപ്ലൈ അതല്ല, അതിന്റെ കഥ ഞങ്ങൾ പിന്നെ പറയാം. 1,00,000 പേരിൽ നിന്നും 2.5 ലക്ഷത്തിലോട്ട് എത്തിയത് ഒരാഴ്ചക്കുള്ളിലാണ്. അതൊക്കെ വലിയ കഥകളാണ്, അത് വിശദമായിട്ട് പറയാം. പക്ഷെ ഞങ്ങൾ പോയി വാങ്ങിച്ചോണ്ട് വരട്ടെ, ഇവിടെ നിൽക്കാൻ വയ്യ. അതെ, ഭയങ്കര സന്തോഷം കേട്ടോ. ഞങ്ങൾ ഒട്ടും ഞങ്ങളെ പോലെ സാധാരണക്കാർ, പിന്നെ കൊച്ചു ഫാമിലി, ഇങ്ങനെ ചെറിയ ചുറ്റുപറ്റത്ത് എടുക്കുന്ന വീഡിയോസ് ഒക്കെ ഇത്ര ഹിറ്റായിട്ട് നമ്മൾ ഒരു 4-5 മാസം കൊണ്ട് ഇത്ര കിട്ടുമെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. ശരിക്കും പറഞ്ഞാൽ 5 മാസം അല്ലെ, 5 മാസത്തെ കാലയളവിലാണ്, 5 മാസം കാലയളവാണ് ഇപ്പൊ ഈ ഒരു ഇത് ഓരോരുത്തർക്ക് സിൽവർ ഗോൾഡ് അതൊക്കെ കിട്ടിയിട്ടുണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ എന്തായാലും നമുക്ക് ആദ്യമായിട്ട് കിട്ടുമ്പോൾ അത് ഭയങ്കര സന്തോഷം. ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പിയാണ്, ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. ഞങ്ങളെ പോലെ ഒരാൾക്കാർക്ക് യൂട്യൂബിൽ ഇരുന്ന് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കിട്ടിയാന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. പറ്റത്തില്ല. എന്തായാലും ഞങ്ങൾ പോയി വാങ്ങിച്ചോണ്ട് വരട്ടെ, പറഞ്ഞുകൊടുത്ത സമയം പോകും. അത് നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ ഓപ്പൺ ചെയ്യാം. അതെ, അതിന്റെ വീഡിയോ എടുത്തിട്ട് ഞങ്ങൾ അപ്ലോഡ് ചെയ്യാം. പോവാം അല്ലേ, ഭയങ്കര സന്തോഷം. ബൈ ബൈ. അപ്പോൾ നമ്മുടെ ഹാപ്പി മൊമെന്റ് ആണ്. നമ്മൾ പന്തളത്തോട്ട് പോട്ടെ. നമുക്ക് നമ്മുടെ ഗുരുദേവനെ പ്രാർത്ഥിച്ചിട്ട് ഗുരുദേവ രക്ഷിക്കാൻ. ഇതമ്മ ശരിക്കും എക്സൈറ്റ്മെന്റ് അല്ലേ? നമ്മളൊരു എത്ര കൃത്യമായിട്ട് പറഞ്ഞ ഒരു 6 മാസം 5 മാസം. പക്ഷെ 5 മാസം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ഞങ്ങളുടെ നാട്ടിലെ കൃഷ്ണന്റെ അമ്പലമാണ്, കുളനാട്ടിലെ ഉണ്ണിക്കണ്ണൻ. നമ്മളൊരു 6 മാസത്തെ ടൈം എന്ന് വെച്ചാലുണ്ടല്ലോ, നല്ല ഹാർഡ് വർക്ക് ആയിട്ടുണ്ടല്ലോ, വെറുതെ അല്ല. പക്ഷെ 1 ലക്ഷം ആകുമ്പോ അപ്ലൈ ചെയ്യണമെന്നൊക്കെ നോക്കിയിരുന്നപ്പോഴാ എന്തുവാ പറയുന്നത്, മിന്നായ്മയും പോലെ 2 ലക്ഷമായി. ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒരു അച്ചീവ്മെന്റ് കിട്ടും നമ്മൾ വിചാരിച്ചതല്ല അല്ലേ? അതെ അതെ. സാധാരണ നമ്മൾ ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട്, ഒരുപാട് കഷ്ടപ്പെട്ടു. ഇപ്പോഴും വ്യൂവേഴ്സും ഫോളോവേഴ്സും ഇല്ലാത്തവർ, സബ്സ്ക്രൈബർ ഇല്ലാത്തവരും ഇഷ്ടംപോലെ ഉണ്ടല്ലോ. നമ്മൾ കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ യൂട്യൂബിന്റെ ആരൊക്കെ അങ്ങനെയൊക്കെ യൂട്യൂബിൽ എന്തൊക്കെ നിന്നിട്ടുണ്ടെങ്കിലും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം നമ്മളായാലും ഈ 6 മാസം ശരിക്കും കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ്. അത് പക്ഷെ കൃത്യമായി അവർ പറഞ്ഞ മെത്തേഡിൽ കൂടെ തന്നെ നമ്മൾ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും മെയിൻ എന്നുള്ളത് അല്ലെ. നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന കാര്യമായാലും ശരി, അത് മെയിൻലി ഷോർട്സ് ആണ് കൂടുതൽ അപ്ലോഡ് ചെയ്തത്. ഇപ്പൊ തന്നെ ഷോർട്സ് ആണ് ഒരു ചാനൽ റീച്ച് ആവാൻ ഏറ്റവും ഫസ്റ്റ് പെട്ടെന്നാവാനുള്ള ഒരു സാധ്യത എന്ന് വെച്ചാൽ ഷോർട്സ് ആണ്. അതുകൊണ്ട് എല്ലാവരും ഷോർട്സിൽ എന്താ പറയാ ഒരു പ്രയോറിറ്റി കൊടുക്കുന്നത്. പക്ഷെ നമ്മള് പിള്ളേർ സ്കൂളിൽ പോയേക്കാണ്, അവര് ഓൾറെഡി അവർക്ക് അറിയാം. പക്ഷെ 1 ലക്ഷം ആയതിന്റെ അടുത്ത സെക്കൻഡ് മൂല് നമ്മൾ കണ്ടില്ല, 1:10 ആയപ്പോഴാണ് നമ്മൾ കാണുന്നത്. കണ്ട നിമിഷം തൊട്ട് അച്ഛാ അപ്ലൈ ചെയ്ത് പുറകെ നടക്കുമായിരുന്നു. പക്ഷെ നമുക്ക് ഉടനെ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ലല്ലോ, ഒരാഴ്ച ആവും അവരുടെ നോട്ടിഫിക്കേഷൻ നമുക്ക് വരും, അന്നേരം നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ അപ്ലൈ ചെയ്തു, ഇതാണ്ട് ഇപ്പൊ എത്തി, വാങ്ങിക്കാൻ പോവാ. ഞങ്ങളുടെ 3-ാം തീയതി ഡേറ്റ്, ഞങ്ങൾക്ക് ഡേറ്റ് പറഞ്ഞിരുന്നത് 3-ാം തീയതി ആകുമ്പോഴത്തേക്ക് ഡെലിവറി ഒക്ടോബർ 3-ന് കിട്ടുമെന്നാ പറഞ്ഞത്. പെട്ടെന്ന് വിളിച്ചപ്പം പക്ഷേ 1-ാം തീയതി തന്നെ കിട്ടി. റോഡ് പണിയുടെ ബഹളമാണ്, പൈപ്പിട്ട് റോഡ് കംപ്ലീറ്റ് നല്ല രസമാക്കിയിട്ടില്ല. അപ്പം അടിപൊളി. ഒക്ടോബർ മാസത്തെ പ്രത്യേകത അറിയാലോ. അതെ, അതാണ് പറയാൻ പോകുന്നത്. അത് പറയണം ചേട്ടാ, ഞങ്ങൾ നോക്കട്ടെ, സമ്മതിക്കൂല നല്ലവരോട്. അപ്പം ഈ ഒക്ടോബർ മാസം ഒരു ഭയങ്കര പ്രത്യേകത കേട്ടോ. ശരിക്കും ഞങ്ങളുടെ ഫാമിലിയിൽ ഞങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറി ഒക്ടോബർ 22 ആണ്. 54-53 വർഷം ഉണ്ടായി. അതേപോലെ തന്നെ ഞാൻ ജനിച്ചതും ഒക്ടോബർ 22 ആണ്. 44 വയസ്സാകാൻ പോവാ കേട്ടോ. അപ്പോൾ എല്ലാം കൊണ്ടും ഏറ്റവും മഹത്തായ ഒരു മാസമാണ്. അതിനൊക്കെ ഉപരിയായിട്ട് മഹാത്മാഗാന്ധിയുടെ ജന്മദിനം നാളെയാണ്. അപ്പൊ മഹാന്മാരൊക്കെ ജനിച്ച മാസമാണ്, അതുകൊണ്ടൊക്കെ ആയിരിക്കും. അല്ലല്ല, സത്യമല്ലേ? നല്ല സന്തോഷമായിട്ടാ. എന്തുവാ പറയാ, ഞങ്ങൾ ഒരു വീഡിയോ ഇടുന്നുണ്ട്. ഞങ്ങൾക്ക് എന്തുവാ സന്തോഷത്തിന് മുമ്പ് എന്താ സംഭവിച്ചെന്നുള്ളതൊക്കെ അതിപ്പോ പറയാൻ പറ്റത്തില്ല. സന്തോഷമുള്ള സമയത്ത് സന്തോഷമേ പറയാവൂ. ഞങ്ങൾ 1-2 വീഡിയോസ് മിസ്സായിട്ടുണ്ട് കാരണം ഞങ്ങൾക്ക് യൂട്യൂബിൽ ഞങ്ങൾക്ക് കിട്ടിയ ഫസ്റ്റ് വരുമാനത്തെ പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചു. കാരണം ഞങ്ങളുടെ വീട്ടിലെ സാഹചര്യം കുറച്ച് എന്താ പറയാ, ഞങ്ങൾക്ക് സെറ്റായി വരുന്നില്ല, പല കാര്യങ്ങളും ചെയ്യാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടൊക്കെ. അപ്പൊ അതൊക്കെ കുറച്ച് പെൻഡിങ് ആണ്. ഞങ്ങൾക്ക് യൂട്യൂബിൽ കിട്ടിയ ഫസ്റ്റ് വരുമാനം, 1 ലക്ഷം സബ്സ്ക്രൈബ് ആയ കഥ, പിന്നെ എന്തൊക്കെ ഞങ്ങൾ ചെയ്തുകൊണ്ടാണ് ഈ ഒരു അച്ചീവ്മെന്റ് ഞങ്ങൾ എത്തിയത്, ഇതൊക്കെ ഞങ്ങൾക്ക് വിശദമായിട്ട് പറയാനുണ്ട്. ഒരിക്കലും ഇത്ര പെട്ടെന്നാവുമെന്ന് വിചാരിച്ചതേ ഇല്ല. ഞാനൊക്കെ പറഞ്ഞ് ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്, അതുകൊണ്ട് നമ്മളൊന്നും പെട്ടെന്ന് വിജയിക്കാൻ പറ്റത്തില്ല, എത്ര നാളെടുക്കും എന്നൊക്കെ നല്ലൊരു വിഷമം പേടിയൊക്കെ ഉണ്ടായിരുന്നു. ഇല്ലായ്മയല്ല, പക്ഷെ ഇത്ര പെട്ടെന്നായിപ്പോ അതിന്റെ നിങ്ങളൊക്കെ കാരണമാണ്, നിങ്ങൾ സപ്പോർട്ട് ചെയ്തത് കൊണ്ട് മാത്രമാണ്. നീ ഒന്നുകൂടെ ക്ലാരിറ്റി കൊടുത്തു. കാരണം ആദ്യമായിട്ട് നമ്മുടെ ഇപ്പൊ ഈ ഒരു വീഡിയോ ഒക്കെ 4 പേര് കാണുവാണെങ്കിൽ ആദ്യമായിട്ട് കാണണല്ലേ, നിന്റെ സംസാരത്തിന് ക്ലാരിറ്റി ഇല്ലെന്ന് ഉള്ള കമന്റ്സ് വരും. അപ്പൊ നീ അതൊന്ന് വിശദമാക്കി കൊടുത്തു. പിന്നെ എല്ലാ വീഡിയോയിലും എന്റെ മലയാളത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ക്ഷമിക്കുക. എനിക്ക് മലയാളം പ്രോപ്പറായിട്ട് അറിയില്ല.
എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നേ ഉള്ളൂ. അതിന്റെ അക്ഷരത്തെറ്റുകൾ ഒരുപാടുണ്ടാവും. ഒന്ന് ക്ഷമിക്കുക. ഞാൻ തമിഴാണ്, തമിഴ്നാട്ടുകാരിയാണ്. ഊട്ടി നീലഗിരി ഡിസ്ട്രിക്ട്. അപ്പൊ എന്റെ മലയാളം തമിഴ് എല്ലാം കൂടി ഒരു ഭയമായിരിക്കും. നീലഗിരി ഡിസ്ട്രിക്ട് എന്ന് പറഞ്ഞാൽ ഊട്ടിയാണ്. അവിടെ ഓസിയിൽ AC കിട്ടുന്ന സ്ഥലം. അപ്പൊ അതുകൊണ്ട് എന്റെ മലയാളത്തിൽ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക. പണ്ട് ഞങ്ങളൊരു വീഡിയോ ചെയ്തായിരുന്നു. ഞങ്ങളൊരു മീൻ വെട്ടുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നേ. അപ്പൊ ആ വീഡിയോ ഒരു 1 മില്യണോളം പോയതാ. അപ്പൊ അന്ന് 50 ലക്ഷം പോയോ? 5 മില്യൺ പോയോ? 50 അല്ലയോ? പോയോ? എനിക്ക് ഓർമ്മയില്ല. എത്രയായാലും പോയത് പോയി. ചേട്ടനാ മീൻ വെട്ടിയത് കേട്ടോ. പക്ഷെ എന്തോ പോയപ്പോ 12,000 മേലിൽ കമന്റ്സ് ഉണ്ടായിരുന്നു. എന്താന്ന് വെച്ചാൽ അയ്യോ ചേട്ടൻ നല്ലപോലെ മീൻ വെട്ടുന്നത്, ചേട്ടൻ പ്രവാസിയാണോ, അങ്ങനെയാണോ, ചേച്ചിക്ക് ഒട്ടും മീൻ വെട്ടാൻ അറിയത്തില്ല. ഞാൻ ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ മീൻ വെട്ടിയിട്ടില്ലല്ലോ. ഇല്ല, അന്ന് അതിന് കുറച്ച് പേര് നീ സംസാരിക്കുന്നതായിട്ട് ഒരുപാട് പേര് കമന്റ് ഇട്ടായിരുന്നു. മലയാളം അറിയാൻ മിഹായോ എന്നൊക്കെ ചോദിച്ചോണ്ട്. പക്ഷെ ഞാൻ പറയാനല്ലോ, ഇവള് എന്റെ പെണ്ണുമ്പിള്ളാണെങ്കിൽ മൂത്ത മോനെ സ്കൂളിൽ ചേർത്ത സമയത്ത് അവനൊരു 5-6 വയസ്സ് വരെ സ്കൂളിൽ അവനെ പഠിപ്പിച്ചല്ലേ ഇവള്. അങ്ങനെ ഇവിടെ മലയാളം പഠിച്ചത് തന്നെ അങ്ങനെയാണ്. അവള് നോക്കിയത് കുത്തി പിടിച്ച് അവള് പഠിച്ചിട്ട് അവനെ ആദ്യം പഠിപ്പിച്ചത്. ഞാൻ ആദ്യം അച്ഛനോട് അമ്മയോട് മോനെ പഠിപ്പിക്കുമായിരുന്നു. എനിക്ക് വായിക്കാനറിയാം, അത്യാവശ്യം ഒരു 50% വായിക്കാനറിയാം. 50 അല്ല, വായിക്കും, അക്ഷരത്തെറ്റുണ്ടാവും. നമുക്കറിയാം നിന്റെ ആ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ നിന്റെ ആ ഒരു സ്കില്ല്, അത് ഭയങ്കര കഴിവ് തന്നെ. നമ്മളൊരു വേറെ മലയാളികളെ പറ്റി പൊതുവെ ഒരു ഓരോ പേര് നോക്കുന്നില്ല. മലയാളികളെ പറ്റി പൊതുവെ ഏത് നാട്ടിൽ പോയി കഴിഞ്ഞാലും ആ ലാംഗ്വേജ് പെട്ടെന്ന് പഠിക്കുന്നത്. പക്ഷെ മറ്റൊരു സംസ്ഥാനക്കാര് മലയാളം പഠിക്കാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ശരിയാണ്. പക്ഷെ നീയിപ്പം അല്ല, ഞാൻ പറയുന്ന യൂട്യൂബിൽ അതിനെ കുറിച്ച് വിസ്തീർണമായിട്ടുള്ള വീഡിയോ തന്നെ ഇടുന്നുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ വന്നിട്ട് 10-20 വർഷമായി. ഞാൻ അനുഭവിച്ച സന്തോഷങ്ങളാട്ടെ ദുഃഖങ്ങളാട്ടെ എല്ലാം കറക്റ്റ് ആയിട്ട് പുതിയൊരു ചാനൽ തുടങ്ങിയിട്ട് ഇടാനിരിക്കും. സത്യം എന്താന്ന് വെച്ചാൽ തമിഴിലിരിക്കുന്നത് ഇപ്പൊ കവിതയ്ക്ക് 1 കായ, മലയാളത്തിലാകെ 4 കായ ഉണ്ട്. ഇതിൽ ഏത് കായ എഴുതും ഞാൻ? അത് പഠിച്ചതിന് ഭയങ്കര പാട് തന്നെ. தமிழ்ல நம்ம கவிதான் எழுதுறதுக்கு கா சாதாரண கா, கடிகாரத்துக்கும் அதே கா தான் நம்ம எழுதுவோம். அந்த கான்னு சொன்னா அது ஒரே ஒரு கா தான். அது எழுதுறதும் படிக்கிற உச்சரிப்பும் தான் வித்தியாசம். ஆனா மலையாளத்தை அப்படி இல்ல, ஒவ்வொரு வார்த்தைக்கும் ஒவ்வொரு எழுத்து இருக்கு. கடிகாரம் அப்ப நம்ம கா எழுதுனா சரி வராது, அது கா எழுதணும். கௌதம் அதுக்கு வேற கா, கவிதா அதுக்கு வேற கா, பின்ன கதா கதை நம்ம ஹனுமான் கையில் இருக்குமே அதுக்கு எழுதுற கா வேற. അല്ല ആണോ? ഭയങ്കര പാടാ. കാമട്ടും ഇല്ല, கொஞ்சம் நிறைய எழுத்துக்கள் இருக்கு. எல்லாமே 4 எழுத்து. தா 4, பா 4, சா 4, டா 4, எல்லாமே 4 ഉണ്ട്. പക്ഷെ തമിഴിൽ அப்படி இல்ல, ஒரே ஒரு எழுத்து. இப்ப கானா கா, அந்த கா வச்சு நாங்க எழுதிக்குவோம். நாங்க படிக்கும் போது அந்த உச்சரிப்புல படிச்சுக்குவோம். അതെ പറ്റി ഞാൻ തനിയാ വീഡിയോ യൂട്യൂബ് ആരംഭിக்கிறேன். ഞാൻ സംശയിച്ചോട്ടെ, ഇപ്പൊ ഈ ഇത്രയും വേർഡ്സില് മാമൻ ചേട്ടൻ പോയേട്ടാ, ഞങ്ങള് പാവങ്ങളൊക്കെ പോകണം. അപ്പം പോകാൻ പറഞ്ഞില്ലേ നിങ്ങൾ എത്താറായി? അല്ല, ഈ തമിഴിൽ ഇപ്പൊ ഈ വാക്കുകൾ ഇപ്പം ഒരേ കായാണെങ്കിലും ഒരേ അക്ഷരമാണെന്ന് പറയുകയാണെങ്കിലും ഈ ഉച്ചരിപ്പ് വ്യത്യാസം ഇപ്പം പറയത്തില്ലേ? ഗൗതംക്ക് കാ എഴുതും, വായിക്കുമ്പോ ഗൗതം. അതെങ്ങനെ അത് വായിക്കാൻ പറ്റും? അല്ല, ആ ഉച്ചരിപ്പ് എങ്ങനെയാ പഠിപ്പിക്കാം സ്കൂളിൽ? അല്ലെങ്കിൽ അത് വരും ഓട്ടോമാറ്റിക്കലി? വായിക്കുമ്പോ കറക്റ്റാ വരും. അങ്ങനെയാണോ? അപ്പൊ ഞങ്ങള് ഏതാണ്ട് അടുക്കാറായി. റോഡൊന്ന് കാണിച്ചേ. ഞങ്ങൾ ഏതാണ്ട് അടുക്കാറായി. ഞങ്ങൾ പന്തളം ജംഗ്ഷനിലെത്തി. ഷൈൻസിന്റെ ഓപ്പോസിറ്റ് എത്തിച്ചേരും. ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ചുള്ള ഒരു സന്തോഷകരമായ ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് ഇത്ര എക്സൈറ്റഡ് ആയിട്ട് സംസാരിക്കുന്നത്. പിന്നെ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നതും അതിനേതായിട്ടുള്ള കുറ്റങ്ങളും ഉണ്ടാവും, തെറ്റുകളും ഉണ്ടാവും. നമ്മൾ അത്ര എക്സ്പെർട്ട് അല്ലല്ലോ, ജസ്റ്റ് തുടക്കക്കാരാണല്ലോ. അപ്പൊ ഒന്ന് ക്ഷമിക്കുക, അത് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. കുറച്ചും കൂടി പോണം അങ്ങോട്ട്. അതിന്റെ അവിടെ ഒരു മോൻ നടക്കുന്നുണ്ടല്ലോ, ആ ഭാഗത്താ. ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റുമോ തോന്നുന്നില്ല. എന്തുവായിരുന്നു കൊറിയർ ഓഫീസ്? വിളിച്ചു നോക്കാം. അങ്ങോട്ട് വണ്ടി പാർക്ക് ചെയ്യട്ടെ. ഇവിടെ തന്നെയാണ്. ഞങ്ങള് സ്ഥലം കണ്ടുപിടിക്കട്ടെ, കൊറിയർ ഓഫീസ് ഒന്ന് കണ്ടുപിടിക്കട്ടെ. ഇവിടെ തന്നെ ആയിരിക്കും സംഭവം. ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങളൊന്ന് കണ്ടുപിടിച്ചിട്ട് പിന്നെ അല്ല അങ്ങോട്ട് അവരെ കാണിക്കാം. എല്ലാവരും നിങ്ങളില്ല, നമുക്കൊരു ആഘോഷവും. ഭയങ്കര കോമഡി ആയിരുന്നു. ഞങ്ങൾ എവിടെ നോക്കിയെങ്കിലും വണ്ടി കൊണ്ട് നിർത്തിയത് അതിന്റെ തൊട്ട് മുമ്പിൽ തന്നെ. കൊറിയർ. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങട്ടെ. അവരിനി ഇന്ത്യന്നാ. ശരി, നീ ഇറങ്ങിക്കോ. പോട്ടെ വണ്ടി പോട്ടെ. എന്നിട്ട് അവരോട് പറ ഇങ്ങ് തായോ എന്ന് പറ. ആ കിട്ടി കൊണ്ടിരുന്നുണ്ട്. കിട്ടി. സന്തോഷം ഇല്ലല്ലോ? ആ സന്തോഷം ഉണ്ട്.
കിട്ടിയോ? കിട്ടിയോ? എന്താണ് സന്തോഷമില്ലാത്തേ? കാണിച്ചേ. എന്റെ പൊന്നോ, നമ്മുടെ പേരെന്തിയേ? കവിത. ചാനലിന്റെ പേരകത്താ. ആണോ? ചാനലിന്റെ പേരകത്താ. അതെ അതെ. മോളുടെ പേരാണേ അതെ യൂട്യൂബിൽ ഇട്ടേക്കുന്നത്. അതെ, മോളുടെ പേരാണ്. ഞങ്ങളുടെ ഹേഗ എന്റർടൈൻമെന്റ് എന്നാണ് ഞങ്ങളുടെ ചാനലിന്റെ പേര്. അപ്പം ഞങ്ങൾ കാണിച്ചു ആൾക്കാർ കാണിച്ചു യൂട്യൂബ് വയ്യൊക്കെ തിരിഞ്ഞിരിക്കുന്നല്ലോ കാണുമ്പോൾ അങ്ങനെയാണോ? ഓക്കെ, അപ്പൊ പോകാം. ഞങ്ങൾ എന്തായാലും വീട്ടിൽ ചെന്നിട്ട് പൊട്ടിക്കട്ടെ. കാരണം അച്ഛനും അമ്മയും പിള്ളേരും എല്ലാം ഒരുമിച്ച് എല്ലാരും കൂടി സപ്പോർട്ടിലാണല്ലോ ഞങ്ങൾ കിട്ടിയേക്കുന്നത്. അപ്പം അച്ഛനും അമ്മയുടെ ഒക്കെ ഒരുമിച്ചുള്ളൊരു വീഡിയോ, ലാസ്റ്റിലിട്ടൊരു വീഡിയോ 4 മില്യനായി യൂട്യൂബില്. ഈ ഫാമിലി കുറച്ച് വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ ഉണ്ടല്ലോ, ഞങ്ങളുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഞങ്ങൾ ഇടുന്നത്. അപ്പൊ അത് ഭയങ്കര ഇമോഷണലായിട്ട് ആൾക്കാർ അതിനെ കാണുന്നതാണ്. ഓരോരുത്തർക്കും വിഷമങ്ങളുണ്ട്, എല്ലാവർക്കും ഉണ്ട്. വിഷമങ്ങളൊക്കെ മാറുന്നേ, നമ്മളൊക്കെ എന്തുമാത്രം വിഷമങ്ങൾ അനുഭവിച്ച മനുഷ്യന്മാരാ ഇല്ലയോ? അങ്ങ് മാറും. അപ്പൊ ഈ സാധനം ഞങ്ങൾ ഈ സാധനം വീട്ടിൽ പോയിട്ട് ഞങ്ങൾ പൊട്ടിക്കാം. അപ്പൊ നമുക്ക് സംസാരിക്കാം അല്ലേ? അപ്പൊ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവാന്നേ. വീട്ടിലോട്ട് പോകുന്ന ഒന്നിനൊരു കാര്യമുണ്ട്. ജംഗ്ഷനിലെ വലിയ ആൽമരം, പന്തളം ജംഗ്ഷൻ. ഇതാണ് പന്തളം ജംഗ്ഷൻ, എല്ലാവർക്കും അറിയാലോ. ഞങ്ങൾ പന്തളത്താരാട്ടോ, പന്തളത്താർ. പന്തളം അയ്യപ്പന്റെ നാട്. അതന്നെ. ഞങ്ങളെ വീട്ടിൽ ചെന്നതിന് ശേഷം മക്കളുമാര് വരട്ടെ, അച്ഛനമ്മ എല്ലാവരും കൂടി ഞങ്ങൾ അൺബോക്സ് ചെയ്യാം. മോൾ ആദ്യം വരുന്നേ. മോനോട് നമുക്ക് ആ ബോക്സ് കാണിക്കാം ദൂരെ നിന്ന് വരുമ്പോ, എന്നിട്ട് വീഡിയോ എടുക്കണം. അവളുടെ ഒറിജിനൽ എങ്ങനെയുണ്ടെന്ന് ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്തേക്കുന്ന ആള് ഞങ്ങളെ കുട്ടിയാണ് കേട്ടോ. അവള് ഭയങ്കരമായിട്ട് അച്ഛൻ കിട്ടിയ കിട്ടുവച്ചാ അയ്യോ അപ്ലൈ ചെയ്യാതപ്പോ അച്ഛനായിട്ടങ്ങ് ഒരു അപ്ലൈ ചെയ്യാ പെട്ടെന്ന്. ഞങ്ങളുടെ വീട്ടിലെ ഇന്ദിരാഗാന്ധി അവളാ, സ്ട്രോങ് വുമണാ. മോൾക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി വണ്ടിക്കകത്ത് കയറിയിരിക്കുക. ഇപ്പൊ ആ ചാട്ടി വരും. വരുന്നുണ്ടേ. എന്നെ കാണത്തില്ല. തിരിച്ചു കാണിക്കണേ. മോളെ എല്ലാം വീഡിയോ എടുത്തു. എങ്ങനെയുണ്ട്? കാണത്തില്ല, ചുമ്മാ കാണുക. എല്ലാവർക്കും താങ്ക്സ് പറ. കുഞ്ഞ് ക്ഷീണിച്ചു വന്ന വിശക്കുന്നുണ്ടാവും. എന്തെങ്കിലും കൂടെ. ഞങ്ങൾക്ക് നിങ്ങൾ തന്ന സമ്മാനം ഞങ്ങൾ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. സിൽവർ ബട്ടൺ. സച്ചുവേ പൊട്ടിച്ചേക്കാം, മോളെ പൊട്ടിച്ചേക്കാം. ഓക്കെ, പൊട്ടിക്കട്ടെ. പതുക്കെ പൊട്ടിച്ചാൽ മതി, ധൃതിയൊന്നുമില്ല. ഇത്രയും നേരം ഞാൻ കാത്തിരുന്ന പിള്ളേർ വരാൻ വേണ്ടിയായിരുന്നു. അപ്പൊ അവിടെ വന്നിട്ട് ചെയ്യാന്ന് വിചാരിച്ചിരിക്കുന്നു. അവിടെ വന്നിട്ട് ആദ്യമായിട്ടല്ലേ സമാധാനമൊക്കെ ചെയ്യാം. ഒന്ന് പൊട്ടിക്ക് സാമി, തേങ്ങ ഉടക്ക് സാമി. അമ്മയ്ക്ക് കണ്ണൊന്നും കാണില്ല കേട്ടോ. പ്രായമായില്ലേ? എവിടെയുണ്ട്? എങ്ങനെ ഓപ്പൺ ചെയ്യുന്നേ? ഓപ്പൺ ആവുകയാണ്. ഇതിനകത്ത് വേറെ നമുക്ക് അറിയാൻ വേണ്ടി നമ്മൾ ഓപ്പൺ ചെയ്യാം. സച്ചിന് ക്ഷമയില്ല. ഇത് യൂട്യൂബിൽ നിന്ന് നമുക്ക് അയച്ച ഒരു സർട്ടിഫിക്കറ്റ് ആണ്. അത് ചേട്ടൻ വായിച്ച് ചെയ്യിപ്പിക്കും. മോളുടെ പേരാണ് ചാനലിന്.
അതിന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഇതാണ് സാർ ഏക എന്റർടൈൻമെന്റ്. മക്കളെ അത് കാണാം. അതായിരുന്നു നമ്മുടെ പേര് ചാനലിന്റെ പേര് മോളെ കാണണേ. മോള് മുഖം കാണാവോ? ഇത് സന്തോഷമല്ലേ? സന്തോഷം തന്നെ അല്ലേ? ഹാപ്പി, വെരി വെരി ഹാപ്പി.